മലയാളി ശാസ്ത്രജ്ഞൻ ഡോക്ടർ അനിൽ മേനോൻ ബഹിരാകാശത്ത് പുലർച്ചെ 2 മണിയോടെയാണ് സോയൂസ് MS-29 പേടകത്തിൽ നിന്ന് 3-അംഗ സംഘം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്. നാസയുടെ സഞ്ചാരിയായ അനിലിനൊപ്പം 2 റഷ്യൻ സഞ്ചാരികൾ കൂടിയുണ്ടായിരുന്നു. ഇനി 8 മാസത്തെ ദൗത്യത്തിന് ശേഷം അടുത്ത വർഷം ഏപ്രിലായിരിക്കും മടക്കയാത്ര. Параметры системы управления ракетеля в норме. 20. Двигатели первой и второй ступени работают нормально. 30. Параметры конструкции ракеты-носителя. അജയ് ഉണ്ട് വിശദാംശങ്ങളുമായി. അജയ്, വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയുടെ വാക്കുകൾ പ്രകാരം അനിൽ മേനോൻ എന്ന മലയാളി നൽകുന്ന പ്രചോദനം, അദ്ദേഹത്തിന്റെ ഈ യാത്ര ഒരുപക്ഷെ ചരിത്രമാണ്, ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രചോദനമാവുന്ന രീതിയിൽ ആകുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നത്. ഈ ചരിത്ര നിമിഷത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? വിശദാംശം. ഹരി, ഇന്നലെ രാത്രി 8:17 ഇന്ത്യൻ സമയം 8:17 ആയിരുന്നു ഈ ബഹിരാകാശ സഞ്ചാരികളുടെ യാത്ര. കസക്കിസ്ഥാനിൽ വെച്ചാണ് ഈ വിക്ഷേപണം നടന്നത്. നാസയും അതുപോലെ റഷ്യയുടെ റോസ്കോസ്മോസും തമ്മിൽ ഒന്നിച്ച് സഹകരിച്ചുകൊണ്ടാണ് ഈ മിഷൻ യാഥാർത്ഥ്യമാക്കിയത്. ഇതിൽ നാസയുടെ ഭാഗത്തു നിന്നാണ് അനിൽ മേനോൻ ഈ യാത്രയുടെ ഒരു ഭാഗമായിട്ടുള്ളത്. മറ്റ് 2 റഷ്യൻ സഞ്ചാരികൾ കൂടി ഈ യാത്രയിൽ അനിലിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. റഷ്യൻ സഞ്ചാരികളായിട്ടുള്ള പ്യോത്തർ ഡുബ്രോ, അതുപോലെ തന്നെ അന്ന കിക്കിന എന്നീ സഞ്ചാരികളാണ് അനിലിനോടൊപ്പം ഉള്ളത്. ഇവർ ഇപ്പോൾ നിലവിൽ ബഹിരാകാശ നിലയത്തിൽ കയറിക്കഴിഞ്ഞു. ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം 11:26 ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്. ഡോക്ക് ചെയ്തതിന് ശേഷം 1:30 ഈ ബഹിരാകാശ നിലയത്തിൽ 3 സഞ്ചാരികളും പ്രവേശിക്കാനിരുന്നത്. എന്നാൽ ചില ടെക്നിക്കൽ പ്രശ്നങ്ങളെ തുടർന്ന് ഇത് പിന്നീട് നീണ്ടുപോയി. ഒരു അരമണിക്കൂർ കൂടിയാണ് നീണ്ടത്. അതിനുശേഷം 2 മണിക്ക് ഇവർ കൃത്യം ഈ പേടകത്തിൽ പ്രവേശിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 75ാം ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 3 പേരും ഈ യാത്ര നടത്തിയിട്ടുള്ളത്. 74ാമത്തെ ദൗത്യ സംഘം ഇനി ഈ വരുന്ന ഞായറാഴ്ചയായിരിക്കും തിരിച്ച് ഭൂമിയിലേക്ക് യാത്ര തിരിക്കുക. അതിനുശേഷം ഈ 75ാം ദൗത്യ സംഘത്തിന്റെ വിവിധ പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് തുടരുകയും ചെയ്യും. നാസയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നാസയ്ക്ക് ആദ്യം ഈ ഡോക്കിംഗ് പൂർത്തിയായതിനു ശേഷം അനിൽ മേനോന്റെ ഒരു സന്ദേശമുണ്ടായിരുന്നു. അതിവേഗ യാത്ര ഗംഭീരം എന്നാണ് അദ്ദേഹം ഭൂമിയിലേക്ക് അയച്ച സന്ദേശം. നാസയുടെ ഭാഗത്ത് നിന്ന് നിരവധി പരീക്ഷണങ്ങളായിരിക്കും അനിൽ മേനോൻ ഈ വരുന്ന ഏതാണ്ട് 8 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്തുക. 2027 ഏപ്രിൽ മാസത്തിലായിരിക്കും അവരുടെ മടക്കയാത്ര നിശ്ചയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും അനിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളുടെ നിർമ്മാണമാണ്. ഇത്തരം സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകൾ ഈ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള മെച്ചപ്പെട്ട മെഡിക്കൽ ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നവയാണ്. അപ്പോൾ ഇതെല്ലാം ഭാവിയിലെ ബഹിരാകാശ പരീക്ഷണങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകും. അതുപോലെ അനിൽ മേനോന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബഹിരാകാശത്തെ ഒരു മെഡിക്കൽ രംഗത്തെ പറ്റി ഏതാണ്ട് 20ഓളം പ്രബന്ധങ്ങൾ രചിച്ച ഒരു പ്രതിഭാശാലി കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി, അതുപോലെ കൃത്രിമ ബുദ്ധി രീതികൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ബഹിരാകാശത്ത് വെച്ച് പ്രത്യേക അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ നടത്താനുള്ള പരീക്ഷണങ്ങൾ കൂടി അനിൽ മേനോൻ നടത്തും. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ബഹിരാകാശ സഞ്ചാരികൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭൂമിയുമായി ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലുള്ള ഒരു പ്രയാസങ്ങൾ അവ ഒഴിവാക്കാനാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഈ പരീക്ഷണം യാഥാർത്ഥ്യമായാൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ബഹിരാകാശ നിലയത്തിൽ വെച്ച് തന്നെ സോൾവ് ചെയ്യാൻ കഴിയും. ഇതൊരു പുതിയ പരീക്ഷണമാണ്. ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റിയും കൃത്രിമ ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ടുള്ള അൾട്രാസൗണ്ട് സ്കാനിംഗ് രീതി. ഇത് വിജയകരമായാൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ കണ്ടുപിടുത്തം കൂടിയാണ്. അതിലൊരു മലയാളി സാന്നിധ്യമുള്ളതിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. അതുപോലെ സ്പേസിൽ വെച്ചുള്ള രക്തപ്രവാഹത്തിലുള്ള മാറ്റങ്ങൾ, അവ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിനെ സ്വാധീനിക്കുന്നത് എന്നിവ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ നടത്തും. അതുപോലെ ബയോ പ്രിന്റിംഗ് വാസ്കുലർ കൺസ്ട്രക്ടറുകളുടെ പരീക്ഷണം അത് നടത്തും. ഇതുവഴി വാർദ്ധക്യ പ്രക്രിയയെക്കുറിച്ചുള്ള ഒരു രീതികൾ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ബയോ പ്രിന്റിംഗ് വാസ്കുലറുകളുടെ പരീക്ഷണത്തിലൂടെ. ഇത്തരം കാര്യങ്ങളിലൂടെ പുതിയ ചികിത്സാ രീതികൾ ഡെവലപ്പ് ചെയ്യാൻ ഇതുവഴി സാധിക്കും. അത് ഭൂമിയിൽ വെച്ചുള്ള ഈ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുടെ കൂടുതൽ ചികിത്സകൾക്കുൾപ്പെടെ ഇത് കൂടുതൽ സഹായകമാകുമെന്ന്
എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് തന്നെയാണ് അജയ്. അതോടൊപ്പം തന്നെ ഈ അനിൽ മേനോൻ്റെ ഈ ഒരു യാത്രയുണ്ടല്ലോ, 2014 തുടങ്ങിയൊരു യാത്രയാണ് അദ്ദേഹത്തിൻ്റെ. അതിൽ ഫ്ലൈറ്റ് സർജനായിട്ട് അദ്ദേഹം കയറുന്നു. പക്ഷേ അതിനുശേഷം 12 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഇതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചധികം പഠനങ്ങൾ, കുറച്ചധികം ഗവേഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. കുറച്ചധികം റിസർച്ച് നടത്തുന്നുണ്ട്, എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ പോകുമ്പോൾ ഒരു ദീർഘകാല യാത്രയ്ക്ക് വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഉൾപ്പെടെ നടത്തുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് ഭൂമിയിൽ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും. ഇപ്പോൾ ഭൂമിയിൽ മാത്രമല്ല, ബഹിരാകാശത്ത് ഒരു മലയാളി സാന്നിധ്യം എത്തുമ്പോഴേക്കും ആ ഒരു ജേണി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേണി 2014 ഫ്ലൈറ്റ് സർജനായിട്ട് തുടങ്ങുന്ന ജേണിയിൽ നിന്നും ഇതുവരെയിലേക്ക് എത്തുമ്പോഴേക്കും ഉണ്ടാക്കുന്ന പ്രചോദനം, അതിലാണ് നമ്മൾ തുടങ്ങിയത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്പേസ് എക്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അനിൽ മേനോൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അനിൽ മേനോൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയായിട്ടുള്ള അന്ന മേനോനും ഒരു ബഹിരാകാശ സഞ്ചാരിയാണ്. ഇരുവരും സ്പേസ് എക്സുമായിട്ട് സഹകരിച്ചിട്ടുള്ളതാണ്. അനിൽ മേനോൻ്റെ ഒരു യാത്ര നോക്കുകയാണെങ്കിൽ അദ്ദേഹം സ്പേസ് എക്സിൻ്റെ ബഹിരാകാശ ദൗത്യത്തിൽ ഫ്ലൈറ്റ് സർജനായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് അനിൽ മേനോനുണ്ട്. ഇനി സ്പേസ് എക്സ് ഇനി ഭാവിയിൽ തീർച്ചയായിട്ടും ഇനി കൂടുതൽ ചാന്ദ്ര ദൗത്യങ്ങൾക്കുൾപ്പെടെ പദ്ധതിയിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ആക്സിയം ദൗത്യങ്ങളിൽ ഉൾപ്പെടെ അനിൽ മേനോൻ കൂടി ഭാഗമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടി ഈ മിഷനുകളിൽ മിഷനുകളിൽ പങ്കെടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ അനിൽ മേനോൻ്റെ ഒരു യാത്ര അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ്. മിനിയാപോളിസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതിനുശേഷം ഹാർവേഡ് സർവകലാശാലയിൽ നിന്ന് ന്യൂറോബയോളജിയിലാണ് ബിരുദം നേടുന്നത്. പിന്നീട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അദ്ദേഹം ബിരുദം പൂർത്തിയാക്കി. പിന്നീട് അമേരിക്കൻ വ്യോമസേനയിൽ കേണലായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് വൈദ്യശാസ്ത്ര പഠനവും പിന്നെ സോഫ്റ്റ് ടിഷ്യൂ മൊഡ്യൂളുകളെ പറ്റിയിട്ടുള്ള പഠനമൊക്കെ അദ്ദേഹം നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം സ്പേസ് മിഷനുകളിൽ കൂടുതൽ പങ്കാളിയാകുന്നത്. പിന്നീട് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ഈ ഫ്ലൈറ്റ് സർജനായിട്ടൊക്കെ ജോലി ചെയ്യുന്നത് അതിനുശേഷമാണ് സ്പേസ് എക്സ് പോലെയുള്ള പദ്ധതികളിൽ. അങ്ങനെ അദ്ദേഹം ഒരു സർട്ടിഫൈഡ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ കൂടിയാണ്. ഏതാണ്ട് ഒരു 1000 മണിക്കൂറുകളുടെ ഒരു ഫ്ലൈയിങ് എക്സ്പീരിയൻസ് കൂടി അനിൽ മേനോനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഒരു വർഷങ്ങളായിട്ടുള്ള ഇത്തരം വിവിധ ദൗത്യങ്ങൾ, വിവിധ ഗവേഷണങ്ങൾ, അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബഹിരാകാശ വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏതാണ്ട് 20ഓളം ബിരുദങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഒരു 20ഓളം പ്രബന്ധങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയ്ക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. എന്തായാലും മലയാളി, ഒരു ഒറ്റപ്പാലത്തുകാരൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അനിൽ മേനോൻ്റെ യാത്രയെക്കുറിച്ചാണ് അജയും സംസാരിക്കുകയും ചെയ്തത്. ഏകദേശം ഇനിയൊരു 8 മാസത്തോളം നീണ്ടു നിൽക്കുന്നൊരു യാത്രയാണ് അത്. എന്തായാലും മലയാളികൾക്ക് അഭിമാനമുണ്ടാക്കുന്ന തരത്തിലേക്ക് അനിൽ മേനോൻ്റെ ഈ യാത്ര, അങ്ങനെ ബഹിരാകാശത്തേക്കും ഒരു മലയാളി സാന്നിധ്യം എത്തുന്നു. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്.